സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, ടയേർഡായി. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ സന, എൻ്റെ പങ്ങളുടെ മോള് സന സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ആള്, ഞാനത് കാണിക്കാം. ഓക്കെ, സന അങ്ങനെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ക്യാരറ്റ് ഉണ്ട്, ഉള്ളി, എന്നാൽ ചിക്കൻ മാഗി അല്ലേ, ഇത് ക്യൂബ് അല്ലേ, ബീൻസ്, ക്യാപ്സിക്കം, ഇത് വെളുത്തുള്ളി, സോസ്, ഇതാ സനയുണ്ട്, അവളെ ഉമ്മയുണ്ട്. പിന്നെ ഇതാ റൈസ് ഉണ്ടാക്കിയ ചെമ്പ്, ഇത് വലിയ ചെമ്പ് ഇതാ ചിക്കനൊക്കെ. പിന്നെ ഇതാ ചിക്കനൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് പൊളിക്കൂട്ടോ. റൈസ് ഇതേതാന്ന് റൈസ്? ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല സന? ഇത്രയും സാധനങ്ങളേ ഉള്ളൂ അല്ലേ? ഓക്കെ. മുട്ടയുണ്ട്, അപ്പോൾ ഞാൻ മുട്ട കാണിച്ചു തരാം. ഇത് മല്ലിച്ചപ്പാണ്. പിന്നെ മുട്ട ഇതാ സന മുട്ട എന്താ പറയുക, മുട്ട ഇതിലേക്ക് ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട്, മിക്സ് ആക്കുന്നുണ്ട്. മുന്നേയും സന ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അപ്പോൾ സന പറഞ്ഞു ഇന്ന് കഴിച്ചിട്ട് പോയാൽ മതി, സന സ്പെഷ്യൽ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് സംഭവം ഇങ്ങനെയൊന്നല്ല, പിന്നെ ഇനിയും കുറച്ച് സംഭവങ്ങളൊക്കെ വരാനുണ്ട്. സന വീണ്ടും പണി തുടങ്ങി. വെളുത്തുള്ളി അല്ലേ ഇത് സന? വെളുത്തുള്ളി ഇട്ടു. ആൾക്ക് ക്യാമറക്ക് മുന്നിൽ വരാൻ കുറച്ച് നാണം, അതുകൊണ്ട് ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്നില്ല. സന അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കും. നൂഡിൽസ് സ്പെഷ്യൽ, സന സ്പെഷ്യൽ നൂഡിൽസാണ്. പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടാക്കും. അവളെ ഹെൽപ്പ് ചെയ്യാൻ ഉമ്മയുണ്ട്, മിക്സ് ചെയ്തോ. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്, അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ മഴയാണ് ഇവിടെ. ഓണിയൻ ഇട്ടു, ഉള്ളി ഇട്ടു. അതിനുശേഷം ക്യാരറ്റുണ്ട്, ചിക്കൻ മാഗി ക്യൂബുണ്ട്. പുറത്ത് മഴ കനക്കുന്നു. ഉപ്പ് വേണ്ടേ സന? ഉപ്പ് ഉപ്പ് ഓൾറെഡി അതിലൊക്കെ മിക്സായി എന്നാണ് പറഞ്ഞത്. അടുത്തത് ക്യാരറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. ബീൻസ് ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സിമ്പിൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല മുന്നേ ഒരു പ്രാവശ്യം കഴിച്ചതാണ്, അടിപൊളിയായിരുന്നു. ഇതിൽ സോയാബീൻ ഇടൂല സന? സോയാബീൻ ഇടൂല എന്ന് പറയുന്നു. അതുപോലെ ഉപ്പ് ഓൾറെഡി ഇട്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ഉപ്പ് ഇനി ഇടണ്ട. പിന്നെ അപ്പോൾ സന ഇതിൽ സ്പ്രിങ് ഓണിയൻ ഇട്ടില്ല അല്ലേ? സ്പ്രിങ് ഓണിയൻ ഇവിടെ കിട്ടൂല, അത്ര ഞങ്ങളെ മയ്യിൽ കിട്ടൂല എന്ന് പറഞ്ഞ സന. പിന്നെ സ്പ്രിങ് ഓണിയൻ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതെല്ലാം നമുക്കെല്ലാവർക്കും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മാക്സിമം റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കാതിരിക്കുക ഭക്ഷണം. എല്ലാ ഭക്ഷണവും, പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം എല്ലാവരും ഫുഡ് ഉണ്ടാക്കുക. നല്ല അടിപൊളി ശുദ്ധമായ ഈ മഴക്കത്ത് ഇതേപോലത്തുള്ള നല്ല വെറൈറ്റി ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക മാക്സിമം. പെപ്പർ ഇടുന്നുണ്ട്, അതായത് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ അടുത്തത് ടൊമാറ്റോ സോസ് കുറച്ച് പറയാം മതി. ഇതൊന്നാണ് ഇത് ഗ്രീൻ്റെ ഒരു ഓയിലാണ്, അത് ഒഴിച്ചു. ഫുൾ മിക്സ്.
നല്ല മണമുണ്ട് കേട്ടോ. സംഭവം നിങ്ങൾക്ക് വീഡിയോയിൽ മണം നമുക്കറിയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. അടിപൊളി നല്ല മണം. ഈ സോസിൻ്റെ കംപ്ലീറ്റ് സോസ് ഒഴിച്ചല്ലോ, അതിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. എനിക്ക് കംപ്ലീറ്റ് റൈസും ചിക്കനൊക്കെ ആടുമ്പോൾ അടിപൊളിയാവും സംഭവം, സൂപ്പറാവും. അപ്പോൾ അടുത്തത് മുട്ട മിക്സ് ചെയ്ത് ഇട്ടു. അത് മുട്ട. അടുത്തത് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. നല്ല മണമുണ്ട് കേട്ടോ ഇതിനെല്ലാം, നല്ല സൂപ്പർ മണമാണ്. ക്യാമറ ഒരു സാംസങ് ഫോണാണ്. ലൈറ്റൊക്കെ എമർജൻസിയൊക്കെ അടിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്, കാരണം അടുക്കളയിൽ ലൈറ്റ് കുറവാണ് ഇവിടെ. പിന്നെ ഇതിപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിപ്പോൾ എല്ലാ സാധനങ്ങളായോ, മിക്സായോ? അതിന് മല്ലിച്ചപ്പ് മാത്രം ഉണ്ടല്ലോ ബാക്കി. മല്ലിച്ചപ്പ് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും മിക്സായി. എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഉണ്ടാക്കാത്തവർ ഒന്ന് പരീക്ഷിച്ച് നോക്കണം വീട്ടിൽ, എന്നിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടുത്തത് റൈസ് ഇട്ടു അതിൽ. പിന്നെ മിക്സിങ് അല്ലേ, നന്നായി ഇളക്കുക, മിക്സ് ചെയ്യുക. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ റെസ്റ്റോറൻറ്റിൽ വലിയ ഫ്രൈ പാനി ഉണ്ടാവും, അതിൽ അവരങ്ങനെ അടിച്ച് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ സാധാരണ ഒരു പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നത്. മിക്സാണ് നല്ലോണം മിക്സിങ് എത്രത്തോളം ആണെന്ന് അത്രയും ടേസ്റ്റ് ഉണ്ടാവും. സാധനം നല്ലോണം മിക്സ് ആക്കുക. കാരണം വെച്ചാൽ ഇത് ഇവിടെ പിന്നെ വലിയ റെസ്റ്റോറൻറ്റിൽ വേറെ തന്നെ ഒരു ഫ്രൈ പാനി ഉണ്ടാവും, വലിയ ഫ്രൈ പാൻ, അതിലാണ് അവരെല്ലാ പരിപാടിയും ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ വലിയൊരു പാത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇനിയിപ്പോൾ മല്ലിപ്പൊടി ചേർത്തു. മല്ലിപ്പൊടിയല്ല, മല്ലിച്ചപ്പ് പറഞ്ഞ് തെറ്റിപ്പോയി. മല്ലിച്ചപ്പ് ചേർത്തു. പെപ്പർ, കുരുമുളക് പൊടി ചേർത്തു. നല്ല മണമുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഉണ്ടാക്കുന്ന രൂപം ഏകദേശം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും യൂട്യൂബിൽ അടിച്ചാൽ തന്നെ എല്ലാ സംഭവങ്ങളും, എല്ലാതരം ഭക്ഷണം ഉണ്ടാക്കുന്ന രീതികളിപ്പോൾ പിന്നെ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്. അങ്ങനെ ഫൈനലി സംഭവമായിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങളോട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതിൽ സ്പ്രിംഗ് ഓണിയൻ്റെ അംശം ഒന്നും കാണാതുകൊണ്ട് ഇതില്ല. നോക്കാം എന്തായാലും എങ്ങനെയുണ്ടെന്ന്. മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാലും നല്ല സൂപ്പറായിരുന്നു. ഇതാണ് സംഭവം. ഫൈനലി സനേൻ്റെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറാണ്, പക്ഷെ കുറച്ച് ഉപ്പ് കുറവാണെന്ന് സംശയം. നല്ല ടേസ്റ്റുണ്ട്, സംഭവം എല്ലാം അടിപൊളിയാണ്. കുറച്ച് സോസും കൂടി ഒഴിച്ചപ്പോൾ അടിപൊളിയാണ്. കുറച്ച് ഉപ്പ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ സന സ്പെഷ്യൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് സമയമുള്ളവരെ പറ്റുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ ബൈ.